ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. ബബ്ബ ഇതാ 5-ാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. സിനിമയുടെ മോർണിംഗ് ട്രാക്കിംഗ്, അതായത് രാവിലെ 7 മണിക്ക് ട്രാക്ക്ഡ് കളക്ഷൻസിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് 32 ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടുവെന്നും 1000-ന് മുകളിലുള്ള ആളുകൾ ടിക്കറ്റ് എടുത്തുവെന്നും 10% തിയേറ്റർ ഓക്യുപ്പൻസിയിൽ സിനിമ 1,92,200 രൂപയോളം നേടിയെന്നുള്ളതാണ്. അതായത് തുടക്കം മികച്ചു തന്നെയാണ് വന്നിരിക്കുന്നത്. സിനിമ ഗംഭീരമായിട്ടുള്ള കുതിപ്പ് ഈവനിങ് നൈറ്റ് ഷോസിൽ ഉണ്ടാകുമെന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കണം. ഇന്ന് തിങ്കളാഴ്ചയാണ്, ഒരു മിഡ് വർക്കിംഗ് അല്ലെങ്കിൽ ഒരു വർക്കിംഗ് ഡേയിലേക്ക് കിടക്കുകയാണ്. ആ ഒരു വർക്കിംഗ് ഡേയിലേക്ക് കിടക്കുമ്പോൾ കഴിഞ്ഞ ശനി ഞായർ കഴിഞ്ഞിട്ട് വരുമ്പോൾ ഒരു സ്വാഭാവികമായ ഇടിവുണ്ടാകും. അത് എല്ലാ സിനിമയും ബാധിക്കുന്നതായിരിക്കും. അതിവിടെയും പ്രകടമാകുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. എന്താണെങ്കിലും ഇന്നലെ സിനിമയ്ക്ക് ഫൈനലായി വന്നത് ഏകദേശം 3 കോടിയോളമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന്. അതായത് ട്രാക്കേഴ്സ് മുഖാന്തരം വന്നത് 2,97,00,000 രൂപയോളമാണ്. മൊത്തത്തിൽ പറഞ്ഞാൽ 3,20,00,000 രൂപയോളം സിനിമയ്ക്ക് ഇന്നലെയും ഗ്രോസ് ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രതീക്ഷിക്കാവുന്നതാണ്. കഴിഞ്ഞ 3 ദിനങ്ങൾ കൊണ്ട് തന്നെ 14 കോടിയോളമായിരുന്നു സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടാൻ കഴിഞ്ഞത്. 4-ാം ദിവസം കൊണ്ട് അത് 17.5 കോടിയിലേക്ക് എത്തിയെന്നുള്ളത് നമുക്ക് എത്തിയിട്ടുണ്ട്. എന്താണെങ്കിലും ട്രാക്കിങ്ങിലൂടെ തന്നെ സിനിമ ഗംഭീരമായിട്ട് തന്നെ പോകുന്നു. വേൾഡ് വൈഡായിട്ട് സിനിമ 36-38 കോടിയിലേക്ക് എത്തിയിട്ടുണ്ടാകാം എന്നുള്ളതാണ്. 3 ദിവസം കൊണ്ട് 27 കോടിയായിരുന്നു സിനിമയ്ക്ക് ട്രാക്കേഴ്സ് മുഖാന്തരം വന്ന കണക്കുകൾ. ആദ്യ ദിനത്തെ 15 കോടിയാണ് ഒഫീഷ്യലായി വന്ന കണക്കുകൾ. പിന്നീട് ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ വന്നിട്ടില്ല. ഇവിടെ നമുക്ക് എടുത്തു പറയാനുള്ളത് സിനിമ ഒരു നല്ല ലെവലിലേക്ക് പോകുന്നു. പ്രത്യേകിച്ച് ദിലീപ് സിനിമ എന്നതിനുപരി മോഹൻലാലിൻ്റെ അഴിഞ്ഞാട്ടം കാണാൻ തന്നെയായിരുന്നു ഏറെയും പ്രേക്ഷകർ ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കുന്നതും എടുത്തതും. എന്തായാലും അത് ഇഷ്ടപ്പെടുത്തുന്ന രീതിയിൽ തന്നെ ഈ വർഷം മോഹൻലാൽ കളം നിറഞ്ഞാടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. ബബ ഗംഭീരമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. വലിയ ബഡ്ജറ്റ് തന്നെയാണ് സിനിമയുടെ ഒരു പ്രധാന വില്ലനായി നിൽക്കുന്നത്. വമ്പൻ താരനിര തന്നെ വന്നിരിക്കുന്നു. മോഹൻലാൽ അല്ലെ മലയാളത്തിലെ വമ്പൻ നിരകൾ, അതായത് മോഹൻലാൽ, ദിലീപ് തുടങ്ങി അങ്ങനെ പോകുന്നു. വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, അങ്ങനെ തുടങ്ങുന്ന വലിയ താരനിരയോട് കൂടിയ ഈ ഒരു ചിത്രം റെക്കോർഡ് തുകയ്ക്കായിരിക്കാം OTTയിൽ വിറ്റുപോകാൻ പോകുന്നത്. എന്തായാലും കാത്തിരിക്കുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം ഗ്രേ മീഡിയാസ്.